വീണ്ടും പണി തന്നു. എന്നാടാ കാര്യം? അജിയേട്ട സ്റ്റാൻഡിൽ ബസ് വന്നാൽ ഫുൾ ടിക്കറ്റ് കയറിയിട്ട് കയറാവുന്നു. അതൊരു മര്യാദയല്ലേ? ബാക്കി ബസ്സുകാരിൽ ഓക്കെയാണ്, ഇവന്മാർക്ക് മാത്രമല്ല ഈ ചൊറിച്ചില്. ഇന്നിപ്പോ എന്നാ ഉണ്ടായ? രാവിലെ ബസ് കയറിയപ്പോ തന്നെ അവന്മാര് പറഞ്ഞു 1.5 ചക്രത്തിന് ഇതേ കയറാൻ വൈകിട്ട് ഒരുത്തനെ കണ്ടേക്കരുതെന്ന്. അപ്പൊ നമ്മുടെ സച്ചു ചോദിച്ചു ഞങ്ങൾ എങ്ങനെ പോകുന്നു. ഡബിൾ ബെൽ അടിച്ച് നിർത്തുന്നതിന് മുമ്പ് അവന്മാർ സച്ചുനെ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് നിങ്ങള് ഞങ്ങളെ ബസ് നിർത്തിയിട്ട് അറിഞ്ഞത്. എടാ നിനക്ക് കുറേ തിരിച്ചു കൊടുക്കാൻ മേലായിരുന്നു. അതേട്ടാ ഞങ്ങൾക്ക് ഈ ലുക്സ് മാത്രല്ലേ ഉള്ളൂ. എടാ നിന്റെയൊക്കെ പ്രായത്തിൽ ബസ്സുകാർക്ക് അങ്ങോട്ട് അടി കൊടുത്തേ ശീലമുള്ളൂ. അടിയും വാങ്ങി വന്നിരിക്കുന്നു. നിന്നെയൊക്കെ ഫോണിൽ കുത്തി കളിക്കാനും ഫേസ്ബുക്കിൽ കയറി തെറി വിളിക്കാനും മാത്രമേ കൊള്ളത്തുള്ളൂ. അത് മാത്രല്ല അജിയേട്ടാ, ആ ബസിന്റെ ഫ്രണ്ടിൽ ഒരു കിളിയുണ്ട്, അവരെ കൊണ്ട് വലിയ ശല്യവാ. ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ വരെ വണ്ടിയില്ലാഞ്ഞിട്ട് അജിയേട്ടാ, പേടിയാ ഞങ്ങൾക്ക്. എത്ര മണിക്കാണ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്? 5 മണിക്ക്. ചേട്ടനാന്നോ ഫ്രണ്ട് ഡോറിൽ? ഒന്നിങ്ങോട്ട് ഇറങ്ങി, ഞാനൊന്ന് കയറട്ടെ. ചേട്ടാ ഈ കാലത്ത് എന്തേലും നിവൃത്തിയുള്ള പിള്ളേരെ ഒരു ബൈക്കെങ്കിലും കാണും. അതിനും കൂടി ഗതിയില്ലാത്ത പിള്ളേരാ ബസ്സേ കയറുന്നത്. ഞങ്ങളുടെ മുതലാളിയെ വലിയ കഷ്ടത്തിലാണ്. അതുകൊണ്ട് തൽക്കാലം തെണ്ടി ടിക്കറ്റ് കൊണ്ടുപോകണ്ടെന്നാ പറഞ്ഞേക്കുന്നേ. ഓ എന്നാ ചേട്ടൻ മുതലാളിയോട് പറഞ്ഞേക്ക്, അത്ര വലിയ കഷ്ടകാലമാണെങ്കിൽ ബസ് അങ്ങ് ഇറക്കണ്ടെന്ന്. സഖാവ് അതങ്ങ് വിട്ടുപിടി. ചെല്ല് ചെല്ല്. അതെന്നാ വർത്താന സഖാവ് പറയുന്നേ? ഇത് വലിയ കാർട്ടിയറും കോപ്പൊന്നുമല്ല, എന്നാലും അപ്പം തന്നൊരു പഴയ വാച്ച്. വാ നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. വാടാ. ചേട്ടായി ആ ചെരുപ്പം എടുത്തു.
സഖാവിന്റെ തട്ടുദോശയാണ് തട്ടുദോശ. അല്ല എവിടെ എന്റെ ബൊളിവിൻ ഡയറി? അവിടെ ഇരിപ്പുണ്ട്, മോൻ എഴുതിയാ മതി. എല്ലാം കൂടെ അങ്ങ് വെള്ളിയാഴ്ച വന്നേക്കാം. ആ എന്നാ വെച്ചാ വൈകിയോ? ആ ഉറങ്ങിപ്പോയെന്നേ. എന്നാ വിട്ടു വച്ചാ. ആ ശരി അച്ഛൻ. ഇവിടെ വാടാ. എന്നാ സാർ? നീ ആടാ അജി മാത്യു? അതെ സാർ. ഒന്ന് സ്റ്റേഷൻ വരെ വരണം. കയറിക്കോ. സഖാ നമ്മുടെ ഈ പേപ്പറിന്റെ കാര്യം നോക്കിയോണേ. ജോമോൻ വിളിച്ച് പറഞ്ഞാൽ മതി. ഓ വീട്ടുകാരൊക്കെ ഉറക്കമായിരിക്കും, വിളിക്കാൻ നിൽക്കണ്ട. ശരി മോനെ. എന്നാ ഉണ്ട് സാറേ? ആ വാ കേറാ. അജിപ്പാൻ കൊള്ളാം, നല്ല പേര്. താങ്ക് യു സാർ. കാശുള്ളവൻ കാറ് മേടിക്കും, ബസ് മേടിക്കും. അവരൊക്കെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരടാ? പിന്നെ ആ പെണ്ണില്ലേ, എന്തോടാ അവളുടെ പേര്? സാര. ആ, അവളുടെ പിന്നാലുള്ള നടപ്പങ്ങ് നിർത്തിയേക്കണം. മനസ്സിലാടാ നിനക്ക്? സാർ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും എനിക്ക് സാറിന്റെ ഒത്താശ വേണ്ട. മനോജ് സാർ മഹാരാജ് കോളേജിലെ പഴയ KSQ-കാരനായിരുന്നില്ലേ? അവിടുത്തെ SFI പിള്ളേർ റെഡി അവസാനത്തെ നടന്നു കരുതരുത്. അതെങ്ങനാ സാറേ? മുഖത്തടിയിട്ട് ചുമ്മാ നോക്കി നിൽക്കാൻ പറ്റുമോ സാറേ? ആ സാറേ, എന്റെ പേര് മാത്യൂസ് എന്നാ. ഇവന്റെ അപ്പനാ. പിള്ളേരെ തല്ലി വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയാവും. സ്റ്റേഷനിൽ കിടന്ന് തല്ലുകൊണ്ട് ചാവും. സാറേ, എന്റെ പേര് മാത്യൂസ് എന്നാ, ചാക്കോ മാഷ് എന്നല്ല. ഞാൻ വന്നത് ഇവനെ ഇറക്കിക്കൊണ്ട് പോവാനാ. സാർ ഇവിടെ പുതിയതായതുകൊണ്ട് എനിക്കിതാ ഈ പ്രായമുള്ളപ്പോൾ ഈ സ്റ്റേഷനിൽ ഒരു ചൊറിയൻ SI ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ അവന്റെ കാലേ വാരി